നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഈ കുടുംബം വലിയൊരു അപകടത്തിലേക്ക് നീങ്ങാണ്. അതിൽ നിന്ന് രക്ഷിക്കാൻ എന്റെ മുമ്പിൽ ഒരു വഴിയുമില്ല. എനിക്ക് ഇതിനൊരു വഴി കാട്ടിത്തരണേ ഭഗവാനെ. എടുത്തി എന്താ എടുത്തിട്ട് കണ്ണു നിറഞ്ഞിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ എടുത്തി? ഒരു പ്രശ്നമില്ല മാധവ്, നീ പോയി കിടക്കാൻ നോക്ക്. എടുത്തിയുടെ ഉള്ളിലെ സങ്കടം എന്താണെങ്കിലും അതിനോട് പറഞ്ഞോളൂ. ഒന്നുമില്ല മാധവ്. എടുത്തി എന്താണെങ്കിലും എടുത്തി അനിയനോട് പറഞ്ഞേ പറ്റൂ. അഞ്ജലിയാണല്ലോ. എന്താ മോളെ ഈ രാത്രിയില്? അത് പിന്നെ മുത്തശ്ശി, കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. നാളെയല്ലേ പവർ ഓഫ് അറ്റോർണി സൈൻ ചെയ്യുന്ന ദിവസം. അതിന് നീ ഇങ്ങനെ ഉറക്കമൊഴിച്ചിരുന്നിട്ടും വിഷമിച്ചിരുന്നിട്ടും എന്താ മോളെ കാര്യം? അതെങ്ങാനും ആ ആഭരണം ഒപ്പിട്ട് കഴിഞ്ഞാ എല്ലാം തീർന്നില്ലേ മുത്തശ്ശി? നീ വിഷമിക്കാതെ മോളെ. അതിൽ അവൻ ഒപ്പിടാതിരിക്കാനുള്ള വഴി നിന്റെ അർദ്ധനാരീശ്വരൻ കാട്ടിത്തരും. അത് മുടക്കാനായി ഒരാളെ ഭഗവാൻ നാളെ അവിടെ എത്തിച്ചിരിക്കും. എന്താടി വല്ലാതിരിക്കുന്നത്? അമ്മ വഴക്കുമല്ലോ പറഞ്ഞു. എന്റെ പൊന്നു മോളെ, സങ്കടപ്പെടേണ്ട സമയമല്ല, സന്തോഷിക്കേണ്ട സമയമാ. ജലജ, നമ്മൾ ആഗ്രഹിച്ചൂലെ എല്ലാം നമ്മുടെ വഴിക്ക് വന്നില്ലേ? മാധവന് കമ്പനിയുടെ ചുമതല കിട്ടിയില്ലേ? അതൊക്കെ ശരിയാണ്, സന്തോഷമുള്ള കാര്യങ്ങൾ തന്നെ. പക്ഷേ എന്നാലും ഇവിടെ എന്തൊക്കെയോ നാടകങ്ങൾ നടക്കുന്നുണ്ട്. നാടകം? എന്ത് നാടകം? ഞാനൊരു കാര്യം ചോദിച്ചാ ചന്ദ്രേട്ടൻ സത്യസന്ധമായിട്ട് മറുപടി പറയോ? നമ്മുടെ അഞ്ജലി, അവൾ ആളെങ്ങനെയാട്ടാ? എന്താ ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എടി, അവള് നല്ല കുട്ടിയല്ലേ. നമ്മുടെ മോൻ മാധവന് കമ്പനിയിൽ ജോലി കിട്ടാൻ നിമിത്തമായതും അവള് കാരണമല്ലേ? അത് മാത്രമല്ല, മാധവനെ എല്ലാ കാര്യത്തിലും ഉപദേശിച്ച് നേർവഴിക്ക് നടത്തുന്നതും അവളാണ്. ശ്വേതയെ പോലെ അല്ല അവള്. നന്മയുള്ള കുട്ടിയാ. എന്റെ പൊന്നുമോളെ, അതിന്റെ ഐശ്വര്യം അവക്കുണ്ട്. രാജ്മോഹൻ സാറ് വിക്കിയുടെ പേരിൽ എഴുതി നൽകുന്ന പവർ ഓഫ് അറ്റോർണിയാണ് ഇത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ചുരുക്കം നിങ്ങളുടെ എല്ലാവരുടെയും അറിവിലേക്കായി ഞാൻ പറയാം. വ്യവസായിയും കമ്പനി ഉടമസ്ഥനുമായ രാജ്മോഹൻ സാറ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സകലമാന സ്വത്തുക്കളും കമ്പനിയും അദ്ദേഹത്തിന്റെ മകൻ വിക്കിയുടെ പേർക്ക് പവർ ഓഫ് അറ്റോർണിയായി നൽകുകയാണ്. ഇതിൽ കമ്പനി കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ അനിയൻ ചന്ദ്രമോഹന്റെ മകൻ മാധവ് ചന്ദ്രമോഹൻ, അയാൾക്കായിരിക്കും ഇനി മുതൽ അധികാരം. അതും ഈ പവർ ഓഫ് അറ്റോർണിയിൽ എഴുതി ചേർത്തിട്ടുണ്ട്.
കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഏകദേശം ബോധ്യപ്പെട്ടല്ലോ. ഇനി രാജ്മോഹൻ സാറും വിക്കിയും ഈ പവർ ഓഫ് അറ്റോർണിയിൽ ഒപ്പുവയ്ക്കണം. അതോടെ ഈ പവർ ഓഫ് അറ്റോർണിക്ക് നിയമസാധുതയായി. എന്റെ അർദ്ധനാരീശ്വര, എല്ലാം കൈവിട്ട് പോവാണല്ലോ. എന്റെ വിക്കിയുടെ അപരൻ ഈ കുടുംബം ഇല്ലാതാക്കും. നീ എന്തെങ്കിലും ഒരു രക്ഷ കാണിച്ചു തരണേ അർദ്ധനാരീശ്വര. ആ സർ, സൈൻ ചെയ്തോളൂ. ആ ഇനി വിക്കിയും. വിക്കി ഒപ്പിടാൻ വരട്ടെ. വിക്കി ഈ പവർ ഓഫ് അറ്റോർണിയിൽ ഒപ്പ് വെക്കണമെങ്കിൽ ഞാൻ പറയുന്നൊരു കാര്യം നടക്കണം. ബന്ധുക്കളെയും നാട്ടുകാരെയും സാക്ഷിയാക്കി എന്റെ കഴുത്തിൽ താലി കിട്ടിയത് ഈ വിക്കിയ. പക്ഷേ കല്യാണം കഴിഞ്ഞ് ഇത്രയും നാൾ കഴിഞ്ഞിട്ടും അങ്കിൾ എന്നെ ഈ വീട്ടിലെ മരുമകളായി അംഗീകരിച്ചിട്ടില്ല. അങ്കിൾ എന്നെ മരുമകളായി അംഗീകരിച്ചിട്ടും മതി വിക്കി ഈ പവർ ഓഫ് അറ്റോർണിയിൽ ഒപ്പുവെക്കാൻ. അത് ഈ പവർ ഓഫ് അറ്റോർണിയായിട്ട് എന്ത് ബന്ധം? ഇത് ഞാൻ എന്റെ മകന് എന്റെ സ്വത്തുക്കളുടെ മേലിലുള്ള അധികാരം കൊടുക്കുന്ന കാര്യമാണ്. അതെ, അങ്ങനെ ഒരു അധികാരം എന്റെ ഭർത്താവിന് കിട്ടുമ്പോ ഞാനായിരിക്കണം ഈ വീട്ടിലെ യഥാർത്ഥ മരുമകൾ. അത് അങ്കിൾ അംഗീകരിക്കണം. ഇവിടെ വെച്ച് പരസ്യമായിട്ട് പറയണം. എന്നിട്ട് മാത്രമേ വിക്കി അതിൽ ഒപ്പിടാൻ പാടുള്ളൂ. ഇവൾ ഒരുപാട് കാലമായി പറയുന്ന കാര്യമായിരുന്നു. അതുകൊണ്ട് നീ ഇവളെ ഈ വീട്ടിലെ മരുമകളായി അംഗീകരിക്കുന്നതായി അങ്ങ് പറഞ്ഞേക്ക്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്റെ മകനായ വിക്കി നിന്റെ കഴുത്തിൽ താലി കെട്ടേണ്ടി വന്നു. അതിന്റെ പേരിൽ എനിക്ക് നിന്നോട് ചില അനിഷ്ടങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ മറക്കാൻ ഞാൻ... അതെ അതെ, ഒന്ന് മാറിക്ക. എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് മതി നിങ്ങളുടെ ഇവിടുത്തെ സമ്മേളനം. എന്റെ കാശിന്റെ കാര്യത്തിൽ രണ്ടിലൊന്ന് തീരുമാനം ഇന്നെനിക്ക് ഇപ്പൊ അറിയണം. കാശ് കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. മിസ്റ്റർ, ഇതെന്റെ വീടാണ്. ഇവിടെ കിടന്ന് ബഹളം വെക്കാൻ പാടില്ല. പിടിച്ച് ഞാൻ പോലീസിലേൽപ്പിക്കും. അത് കൊള്ളാലോ, ഇപ്പൊ വാദി പ്രതിയായോ? അതെ, ഈ നിൽക്കുന്ന സാറിന്റെ മരുമോൾ എനിക്ക് 25 ലക്ഷം രൂപ അവളുടെ കല്യാണം നടത്തിയ വകയിൽ തരാനുണ്ട്. ആ കാശ് ചോദിക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങളുടെ കാശ് തരാനുള്ളത് ഞാനല്ലേ? അതെന്തിനാ അങ്കിളിനോട് ചോദിക്കുന്നേ? അയ്യോ, അമ്മായിയപ്പനോടുള്ള മരുമകളുടെ സ്നേഹം കണ്ടില്ലേ? അതെ, എനിക്ക് തരാൻ നിന്റെ കയ്യിൽ ഒരു പൂക്കച്ചുള ഇല്ലെന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ടാ കോടീശ്വരനായ അമ്മായിയപ്പനോട് കാശ് ചോദിക്കാൻ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് മരുമോളുടെ കാശിന്റെ കാര്യത്തില് സാർ എനിക്കൊരു തീരുമാനം ഉണ്ടാക്കി തന്നേ പറ്റൂ. അതിന് അവളെ എന്റെ മരുമകളല്ലല്ലോ. അവളെ ഞാൻ എന്റെ മരുമകളായിട്ട് അംഗീകരിച്ചിട്ടുമില്ല. അതുകൊണ്ട് അവള് തരാനുള്ള കാശ് നിങ്ങൾ എന്നോട് ചോദിക്കണ്ട. എന്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട. ആഹാ, അത് കൊള്ളാലോ. അമ്മായിയപ്പനും മരുമകളും കൂടി ചേർന്ന് എന്റെ മുന്നിൽ നാടൻ കളിക്കുക. രണ്ടാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് കാശ് തരാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? പിന്നെ എന്തിനാ ഇവിടെ കയറി വന്ന് ബഹളം വെക്കുന്നേ? 2 ആഴ്ച കഴിയുമ്പോ നീ എനിക്ക് കാശ് തരുമെന്ന് എന്താ ഉറപ്പ്?